ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സക്സഷൻ ആണ്. സക്സഷൻ നടക്കുന്ന ഏരിയയുടെ പ്രത്യേകത, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സ്, ദെൻ സക്സഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അത് ഇനിഷ്യേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ഓർ ആനിമൽ സ്പീഷീസിന്റെ പെക്യുലാരിറ്റീസ്. ഇതിന്റെ എല്ലാം ബേസിലാണ് നമ്മൾ സക്സഷനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സക്സഷൻ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഏരിയ വെയർ സക്സഷൻ ഒക്കേഴ്സ്. സക്സഷൻ ഒക്കർ ചെയ്യുന്ന ഏരിയയുടെ പ്രത്യേകതയിൽ അല്ലെങ്കിൽ ഏരിയയുടെ ബേസിൽ നമുക്ക് സക്സഷനെ പ്രൈമറി ആൻഡ് സെക്കൻഡറി എന്ന് ഡിവൈഡ് ചെയ്യാം. Primary succession means succession that occurs on a surface where no ecosystem existed before, or the succession that occurring in a bare area. ഒരു വളരെ തരിശായിട്ടുള്ള, ഇതിനു മുമ്പ് ഒരു സ്പീഷീസും ഒക്യുപ്പൈ ചെയ്യാത്ത ഒരു ബെയർ ഏരിയയിലാണ് സക്സഷൻ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും പ്രൈമറി സക്സഷൻ. അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കുറേ അധികം സമയം കൊണ്ടായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ട ടൈം ഡ്യൂറേഷൻ വളരെ കൂടുതലായിരിക്കും. അതേസമയം സെക്കൻഡറി സക്സഷൻ മീൻസ് സക്സഷൻ ഒക്കറിംഗ് in an area which was previously occupied by another community. ഇതിനു മുമ്പ് ഏതെങ്കിലും കമ്മ്യൂണിറ്റി ഒക്യുപ്പൈ ചെയ്തിരുന്നതും എന്നാൽ വേറെ എന്തെങ്കിലും എക്സ്ട്രീനിയസ് ഫോഴ്സിന്റെ ആക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ അതിൽ തന്നെ ഉണ്ടായ വല്ല എപ്പിഡമിക് കൊണ്ടോ ആ കമ്മ്യൂണിറ്റിയെ റീപ്ലേസ് ചെയ്യുകയും ചെയ്താൽ അവിടെ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്താൽ കുറെ നാൾ കഴിയുമ്പോൾ അവിടെ വേറൊരു കമ്മ്യൂണിറ്റി റീപ്ലേസ് ചെയ്യും. അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സക്സഷനെയാണ് നമ്മൾ സെക്കൻഡറി സക്സഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. Then primary succession means establishment and development of an ecosystem in a bare area. അപ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്സിനെ നമുക്കൊരു ഫ്ലോ ചാർട്ടിന്റെ രീതിയിൽ റെപ്രസെന്റ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, ബെയർ ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ആനിമൽസിനോ അല്ലെങ്കിൽ പ്ലാന്റ്സിനോ സർവൈവ് ചെയ്യുന്നതിന് ആവശ്യമായ ഒരു സബ്സ്ട്രേറ്റം ഡെവലപ്പ് ചെയ്യണം. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പീഷീസ്, പ്ലാന്റ് സ്പീഷീസുകളായിരിക്കും അവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ലൈക്കൻസ്, മോസസ് ഒക്കെ ആയിരിക്കും ഫസ്റ്റ് സ്പീഷീസ് ആയിട്ടുണ്ടായിരിക്കുക. ദെൻ അവര് സബ്സ്ട്രേറ്റത്തെയും അവിടുത്തെ ക്ലൈമറ്റിനെയും മോഡിഫൈ ചെയ്യുന്നതിനനുസരിച്ച് ഈ പൈനിയർ സ്പീഷീസിനെ റിപ്ലേസ് ചെയ്ത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാസസും സ്മോൾ ഷ്രബ്സ് അപ്പിയർ ചെയ്യും. ദെൻ ഈ ഗ്രാസസിന്റെയും സ്മോൾ ഷ്രബ്സിന്റെയും റിയാക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ അവർ എക്കോസിസ്റ്റത്തിൽ എക്സേർട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് കൊണ്ട് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലൈഫ് എക്സിസ്റ്റൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും അപ്പോൾ ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് ഈ പ്രീവിയസ് സ്പീഷീസ് കമ്മ്യൂണിറ്റിയെ റീപ്ലേസ് ചെയ്ത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരും. ദെൻ ഇത് പ്രൊസീഡ് ചെയ്ത് ലാസ്റ്റ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി വരെ അപ്പിയർ ചെയ്യും. ദെൻ പ്രൈമറി സക്സഷൻ നടക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് പ്രൈമറി സക്സഷൻ സ്റ്റാർട്ട് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഒരു ബെയർ ഏരിയ പല കാരണങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്യാം. അതിനനുസരിച്ച് പല ടൈപ്പിലുള്ള പ്രൈമറി സക്സഷനും നടക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഈ ഒരു ബെയർ ഏരിയ ഡെവലപ്പ് ചെയ്യുന്നത് വോൾക്കാനിക് ആക്ഷന്റെ പ്രവർത്തനം കൊണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ലാൻഡ് സ്ലൈഡ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലഡിങ് കൊണ്ടായിരിക്കാം ഈ ബെയർ ഏരിയ, അല്ലെങ്കിൽ നേരത്തെ കമ്മ്യൂണിറ്റി ഒന്നും എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു ബെയർ ഏരിയ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൈമറി സക്സഷന്റെ പിന്നിൽ ഈ പല ഫോഴ്സുകളും ആക്ട് ചെയ്യാം. ദെൻ ഫസ്റ്റ് ലൈക്കൻസ്, മോസസ് പോലെയുള്ള പൈനർ സ്പീഷീസ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഈ പൈനർ സ്പീഷീസിന്റെ ആക്ഷൻ ആണ് പുതിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിന് അവരുടെ ഇൻവേഡ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആയിരിക്കും അറ്റൈൻ ചെയ്യുക. ദെൻ എക്സാമ്പിൾ ഫോർ പ്രൈമറി സക്സഷൻ, ദ ഐലൻഡ്സ് ഓഫ് സഡ്സി ഫോംഡ് ബൈ വോൾക്കാനിക് ഇറപ്ഷൻ ഓഫ് ദി കോസ്റ്റ് ഓഫ് ഐലൻഡ്സ്. ഐസ്ലാൻഡിലെ കോസ്റ്റിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ ഐലൻഡ് ഓഫ് സഡ്സി, അത് നമ്മൾക്ക് ഒരു പ്രൈമറി സക്സഷനിനകത്ത് എക്സാമ്പിളായിട്ട് സൈറ്റ് ചെയ്യാവുന്നതാണ്. 1963 മുതൽ 67 ഇടയിലുണ്ടായ വോൾക്കാനിക് ഇറപ്ഷൻ കൊണ്ട് ഫോം ചെയ്ത ആ ഒരു ഏരിയ പിന്നീട് ഗ്രാജുവലി, ഇതാണ് സഡ്സിയുടെ പോസ്റ്റ് ഇറപ്ഷൻ ഫോട്ടോ. ദെൻ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അത് ലൈക്കൻസും മോസസും പോലെയുള്ള പൈനിയർ കമ്മ്യൂണിറ്റി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നീട് അതിനെ റീപ്ലേസ് ചെയ്ത് ഗ്രാജുവലി ഒരു ക്ലൈമാക്സ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അറ്റൈൻ ചെയ്തു. അപ്പോൾ ഇപ്പോൾ അവിടെയുള്ള അപ്പിയറൻസ്, ഈ സഡ്സി ഐലൻഡിന്റെ അപ്പിയറൻസ് ഇപ്പോൾ ഇതുപോലെ ഇരിക്കും. ദെൻ സെക്കൻഡറി സക്സഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു,
നേരത്തെ ഒരു കമ്മ്യൂണിറ്റി ഒക്യുപ്പൈ ചെയ്തിരുന്ന ഏരിയയിൽ ആ കമ്മ്യൂണിറ്റി ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡിസപ്പിയർ ചെയ്താൽ അല്ലെങ്കിൽ വാനിഷ് ചെയ്യപ്പെട്ടാൽ പുതിയൊരു സക്സഷൻ നടക്കുന്നതിനാണ് നമ്മൾ സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി അവിടെ എന്തുണ്ട്? സോയിലും ഉണ്ട്. ദെൻ അത് കൂടാതെ ലൈഫിന്റെ എക്സിസ്റ്റൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ അബയോട്ടിക് ഫാക്ടേഴ്സ് കാണും. ദെൻ ചിലപ്പോൾ അവിടെ ബയോട്ടിക് ഫാക്ടേഴ്സ്, അത് നേരത്തെ ഉണ്ടായിരുന്ന പ്ലാന്റ്സിന്റെ, അനിമൽസിന്റെ, അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ സീഡ്സ് അല്ലെങ്കിൽ അതിന്റെ റൂട്ട്സ് പോലെയുള്ള അവശിഷ്ടങ്ങൾ വരെ അവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏരിയയിൽ പുതിയ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി സക്സഷൻ. ഇറ്റ് ബിഗിൻസ് ഇൻ എ പ്ലേസ് ദാറ്റ് ഓൾറെഡി ഹാസ് സോയിൽ ആൻഡ് വാസ് വൺസ് ദ ഹോം ഓഫ് ലിവിങ് ഓർഗാനിസംസ്. പിന്നെ സെക്കൻഡറി സക്സഷന്റെ വേറൊരു പെക്യുലാരിറ്റി, ഇത് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ട് നടക്കും. പ്രൈമറി സക്സഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡ് അല്ലെങ്കിൽ സോയിൽ, സബ്സ്ട്രേറ്റം അഥവാ സോയിൽ പോലും ഇല്ലാത്തൊരു കണ്ടീഷനിലായതുകൊണ്ട് കുറേ നേരം അല്ലെങ്കിൽ കുറേ സമയം, കുറേ ടൈം പീരീഡ് ഈ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റം ഡെവലപ്മെന്റിന് തന്നെ എടുക്കും. അതുകൊണ്ട് കുറച്ചും കൂടി അത് സ്ലോവർ പ്രോസസ് ആയിരിക്കും. അതേസമയം സെക്കൻഡറി സക്സഷനിൽ ഓൾറെഡി ഒരു സബ്സ്ട്രേറ്റവും ഈവൻ ബയോട്ടിക് ഫാക്ടേഴ്സ് വരെ അവിടെ ഉള്ളതുകൊണ്ട് അത് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ട് നടക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോറസ്റ്റ് ഫയേഴ്സ് ഒക്കെ വന്ന് ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ഡിസപ്പിയർ ചെയ്താൽ അത് ഇവിടെ പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ അതേപോലത്തെ കണ്ടീഷനിൽ അത് റീപ്ലേസ് ചെയ്യപ്പെടും. അപ്പോൾ അതിന് ഒരു എക്സാമ്പിളാണ് പ്രൈമറി സക്സഷന് ഒരു എക്സാമ്പിളാണ്. സെക്കൻഡറി സക്സഷന് ഒരു എക്സാമ്പിളാണ്. സെക്കൻഡറി സക്സഷൻ നടക്കുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെടുക്കുന്ന സമയം വളരെ കുറവായിരിക്കും. ഒരു 100-150 വർഷങ്ങൾ കൊണ്ട് സെക്കൻഡറി സക്സഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാകുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ചും കൂടി പ്രിമിറ്റീവ് ആയിട്ടുള്ള ആനുവൽ വീഡ്സോ അല്ലെങ്കിൽ അതുപോലുള്ള ഷ്രബ്സ് ഒക്കെ ആയിരിക്കും ആദ്യത്തെ ഏരിയയിൽ ആദ്യത്തെ സമയത്തൊക്കെ ഉണ്ടായിരിക്കുക. ദെൻ കുറേ നാൾ കഴിയുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷ്രബ്സും പിന്നെ ഹെർബ്സായി, ദെൻ പിന്നീട് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള ട്രീസ് ഗ്രാജുവലി ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ദെൻ സെക്കൻഡറി സക്സഷൻ നടന്നതിന് അതിനൊരു എക്സാമ്പിളാണ് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വലിയൊരു ഫോറസ്റ്റ് ഫയർ ഉണ്ടായി. 1988 ഫോറസ്റ്റ് ഫയർ ഉണ്ടായിട്ട് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിന്റെ ഏകദേശം 3,213 കിലോമീറ്റർ സ്ക്വയർ ഏരിയയാണ് നശിച്ചുപോയത്. അപ്പോൾ ഓൾമോസ്റ്റ് ആ നാഷണൽ പാർക്കിലുണ്ടായിരുന്ന ലിവിങ് തിങ്സ്, പ്ലാന്റ്സും ആനിമൽസും എല്ലാം തന്നെ അവിടെ അത്രയും ഏരിയയിലുള്ളത് നഷ്ടപ്പെട്ടു പോയി. ദെൻ മാസങ്ങളെടുത്തിട്ടാണ്, അതായത് നെക്സ്റ്റ് ഓട്ടം സീസൺ വന്നപ്പോഴാണ് അതിന്റെ ആ ഫയർ ഒന്ന് ശമിച്ചത്. അത്രയും നേരത്തെ ആ ഒരു ഇഫക്റ്റ് കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ലിവിങ് തിങ്സും അവിടെ നിന്ന് ഡിസപ്പിയർ ചെയ്തു. ദെൻ ഫോറസ്റ്റ് ഫയറിന്റെ ആ ഒരു അപ്പിയറൻസ് ആണ്. ദെൻ 1 ഇയർ കഴിഞ്ഞപ്പോഴേക്കും ആ ഫോറസ്റ്റ് ഫയർ സ്റ്റോപ്പ് ചെയ്ത് 1 ഇയർ കഴിഞ്ഞപ്പോഴേക്കും then അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സോയിലിൽ അവശേഷിച്ചിരുന്ന റൂട്ട്സോ അല്ലെങ്കിൽ സ്പോർട്സോ ഒക്കെ ജെർമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിൻഡിൽ കൂടിയോ അല്ലെങ്കിൽ വാട്ടറിൽ കൂടിയോ ഏതെങ്കിലും മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന സ്പോർട്സ് ഒക്കെ ജെർമിനേറ്റ് ചെയ്ത് വീഡ്സ് പോലെയുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് അവിടെ അപ്പിയർ ചെയ്യാൻ തുടങ്ങി. ദെൻ 10 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചും കൂടി shrubsകളും അതുപോലെ കുറച്ചും കൂടി വലിയ പ്ലാന്റ്സുകൾ അപ്പിയർ ചെയ്യാൻ തുടങ്ങി. ദെൻ ഏകദേശം 20 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഈ ടൈപ്പ് ചെറിയ ചെറിയ ട്രീസ് വരെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് ഒരു സെക്കൻഡറി സക്സഷന്റെ ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സൈറ്റ് ചെയ്യാം. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി സക്സഷൻ. പ്രൈമറി സക്സഷന്റെ അകത്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രീഫ് ചെയ്യുന്നതേ ഉള്ളൂ. ബിഗിൻസ് വിത്ത് നോ ലൈഫ്. അതേസമയം സെക്കൻഡറി സക്സഷനിലാണെങ്കിൽ ഫോളോസ് റിമൂവൽ ഓഫ് എക്സിസ്റ്റിംഗ് ബയോട്ട, ഉള്ളതിനെ റീപ്ലേസ് ചെയ്ത് പുതിയത് വരികയാണ്. ദെൻ നോ സോയിൽ ഈസ് പ്രസന്റ്, അതായത് ഒരു സ്യൂട്ടബിൾ സബ്സ്ട്രേറ്റം ഉണ്ടായിരിക്കത്തില്ല. സോയിൽ ഓർ സ്യൂട്ടബിൾ സബ്സ്ട്രേറ്റം ഈസ് ഓൾറെഡി പ്രസന്റ്. ദെൻ ന്യൂ ഏരിയ, പുതിയ ഏരിയയിൽ തന്നെയാണ് അത് ഡെവലപ്പ് ചെയ്യുക. അതെങ്കിൽ വോൾക്കാനിക് ഐലൻഡ് വഴിയോ അല്ലെങ്കിൽ സാൻഡ് ഡെപ്പോസിറ്റ്സ്, അലൂവിയൽ സോയിൽസ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുക വഴിയോ അല്ലെങ്കിൽ ഫ്ലഡ് ഒക്കെ വന്നു പോകുമ്പോൾ പുതിയൊരു ഏരിയ ഡെവലപ്പ് ചെയ്ത വഴിയോ ഒക്കെയാണ് ഈ പുതിയ ഏരിയയിലാണ് പ്രൈമറി സക്സഷൻ നടക്കുക. ദെൻ സെക്കൻഡറി സക്സഷൻ ഒരു ഓൾഡ് ഏരിയ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത ഏരിയയിലാണ് സെക്കൻഡറി സക്സഷൻ നടക്കുക. ലൈക്കൻ ആൻഡ് മോസസ് കം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സബ്സ്ട്രേറ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ലൈക്കൻസും മോസസ് ഒക്കെയാണ് ആദ്യമേ അപ്പർ ചെയ്യുക. ഇവിടെ സീഡ്സ് ആൻഡ് റൂട്ട്സ് ഓൾറെഡി പ്രസന്റ് ഇൻ ദി സോയിൽ. ഈ ഫയർ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ഷൻ കൊണ്ട് ഡിസപ്പിയർ ചെയ്ത് പോയ ആ ഒരു എക്കോസിസ്റ്റത്തിലുള്ള സീഡ്സും റൂട്ട്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടി പ്രൈമറി സക്സഷൻ നടക്കുമ്പോൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട ചേഞ്ച് ഈവൻ 1 ഇയർ കൊണ്ട് സെക്കൻഡറി സക്സഷനിൽ കംപ്ലീറ്റ് ആവും. ദെൻ ബയോമാസ് ഇസ് ലോ.
ഇവിടെ ബയോമാസ് ഈസ് ഹയർ. അപ്പോൾ ഇതാണ് പ്രൈമറി സെക്കൻഡറി സക്സഷനിലുള്ള വ്യത്യാസം. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എക്കോളജിക്കൽ സക്സഷൻ. ഇക്കോളജിക്കൽ സക്സഷന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സുകൾ പലതരത്തിലുള്ള ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ആക്ഷൻ കൊണ്ടാണ് ഈ ഇക്കോളജിക്കൽ സക്സഷൻ നടക്കുക. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സിനെ നമുക്ക് ബയോട്ടിക് ആൻഡ് എബയോട്ടിക് എന്ന് രണ്ടായിട്ട് തിരിക്കാം. ബയോട്ടിക് ആൻഡ് എബയോട്ടിക്. എബയോട്ടിക് ഫാക്ടേഴ്സിൽ മിക്കവാറും ടോപ്പോഗ്രഫി, സോയിലിന്റെ സർഫസ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഉയർച്ച താഴ്ചകൾ, അല്ലെങ്കിൽ അതിന്റെ സോയിലിന്റെ ടെക്സ്ചറിൽ വരുന്ന വ്യത്യാസം, ഇതെല്ലാം ഈ ടോപ്പോഗ്രഫിയിൽ വരും. ലാൻഡ് സ്ലൈഡ്സോ അല്ലെങ്കിൽ മഡ് സ്ലൈഡ്സ്, ഇതൊക്കെ എക്സാമ്പിൾ ഫോർ ഈ ടോപ്പോഗ്രഫിയെ ബാധിക്കുന്ന എബയോട്ടിക് ഫാക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ലാൻഡ് സ്ലൈഡ് സംഭവിക്കുമ്പോൾ വൺസ് ഒരു നല്ല ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിരുന്ന സ്ഥലത്തോട്ട് കുറേ മണ്ണ് വീണിട്ട് ആ ഏരിയ മൊത്തം കവർ ചെയ്യപ്പെടുകയും ഒരു ബെയർ ഏരിയ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ അതൊരു ടോപ്പോഗ്രഫിയെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ് ലാൻഡ് സ്ലൈഡ്. അതുപോലെ തന്നെ രണ്ടാമത്തത് സോയിലിന്റെ ടൈപ്പ്, pH, മോയ്സ്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ഈ സക്സഷനെ ബാധിക്കാം. സോയിലിന്റെ pHൽ വന്ന ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് അവിടെയുള്ള ഒരു എക്കോസിസ്റ്റത്തിന് സർവൈവ് ചെയ്യാൻ പറ്റാത്തതിൽ അപ്പുറത്തോട്ടാകുമ്പോൾ അതങ്ങ് ഡിസപ്പിയർ ചെയ്യും, അവിടുത്തെ കമ്മ്യൂണിറ്റി ഡിസപ്പിയർ ചെയ്യും, പുതിയൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതിന് കാരണമാകാം. ദെൻ ഡ്രൈ കണ്ടീഷനോ മോയിസ്റ്റ് സോയിലൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ദെൻ വേറൊരു ഫാക്ടറാണ് ക്ലൈമാറ്റിക് ഫാക്ടർ. റെയിൻഫോൾ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഈ പറയപ്പെടുന്ന പോലെ ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റിയെ വാനിഷ് ചെയ്യപ്പെടാം. അപ്പോൾ പുതിയൊരു സക്സഷൻ അവിടെ ആരംഭിക്കാം. ഇനി ബയോട്ടിക് ഫാക്ടേഴ്സും ആകാം. സ്പീഷീസ് ഇന്ററാക്ഷൻസ് ആൻഡ് കോമ്പറ്റീഷൻ. ബയോട്ടിക് ഫാക്ടേഴ്സും അതിന് കാരണമാകാം. ഫോർ എക്സാമ്പിൾ ഈ പൈനിയർ സ്പീഷീസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് സക്സഷൻ പ്രൊസീഡ് ചെയ്യുന്നത് വേറൊരു മാനറിലാവാം. അതുപോലെ ഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡോമിനന്റ് സ്പീഷീസ് അല്ലെങ്കിൽ കോമ്പറ്റീഷനും ഇൻക്രീസ് ചെയ്യും. ദെൻ ഡോമിനന്റ് സ്പീഷീസ് ഓൺലി ക്യാൻ സസ്റ്റെയിൻ. അപ്പോൾ അങ്ങനെ കോമ്പറ്റീഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോമിനന്റ് ആയിട്ടുള്ള സ്പീഷീസിനാണ് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു സക്സഷനിലോട്ട് ലീഡ് ചെയ്യും. അതായത് ഒരു പൈനിയർ കമ്മ്യൂണിറ്റിയെ റീപ്ലേസ് ചെയ്ത് പുതിയൊരു ക്ലൈമാക്സ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമാകാം. അപ്പോൾ ഈ ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ബേസിൽ നമുക്ക് സക്സഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓട്ടോജീനിക് സക്സഷൻ ആൻഡ് അല്ലോജീനിക് സക്സഷൻ. First one, autogenic succession means if the driving force is biotic factor. If the driving force behind the ecological succession is a biotic factor, that is known as autogenic succession. ആ ഒരു succession in which organisms themselves bring change in the environment during succession is called autogenic succession. ഈ ഓട്ടോജീനിക് സക്സഷൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ബയോട്ടിക് ഫാക്ടർ അല്ലെങ്കിൽ ഓർഗാനിസംസ് ഇൻക്ലൂഡിംഗ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അവരാണ് ആ ഒരു ഫോഴ്സ് ചേഞ്ചസ് വരുത്തിയിട്ട് സക്സഷനെ കോസ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ സക്സഷന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് എങ്കിൽ അതിന് പറയുന്ന പേരാണ് ഓട്ടോജീനിക് സക്സഷൻ. ഈ പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഇൻഫ്ലുവൻസ് കൊണ്ട് സോയിൽ ചേഞ്ച് ചെയ്യാം, സോയിലിന്റെ സ്ട്രക്ചർ, അവിടുത്തെ pH അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ്, അല്ലെങ്കിൽ അവിടെ ലൈറ്റിന്റെ പെനിട്രേഷനെ എഫക്ട് ചെയ്യാം. ഇങ്ങനെ കുറേയധികം ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനുകൊണ്ട് അവിടുത്തെ പ്ലാന്റും ആനിമൽസിന്റെയും സക്സഷൻ ഓട്ടോമാറ്റിക്കലി നടക്കും. അല്ലെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ളതിനെ റീപ്ലേസ് ചെയ്ത് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ളത് വരുമെങ്കിൽ അതിനെ നമ്മൾ ഓട്ടോജീനിക് സക്സഷൻ എന്ന് വിളിക്കും. ദെൻ ഓട്ടോജീനിക് സക്സഷൻ ഒരു എക്സാമ്പിൾ ആണ് ഒരു അഗ്രികൾച്ചർ ഫീൽഡ് ഗ്രാജുവലി ഒരു ഫോറസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പർപ്പസ്ഫുള്ളി അവിടെ ഒരു ഫീൽഡിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന പ്ലാന്റ് സ്പീഷീസ് അല്ലെങ്കിൽ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള കെയർ കൊടുത്തില്ലെങ്കിൽ, നമ്മളൊരു അഗ്രികൾച്ചർ ഫീൽഡിൽ പ്രോപ്പർ ആയിട്ടുള്ള കെയർ കൊടുത്തില്ല, അവിടുത്തെ വേർഡ്സിനെ ഒന്നും നമ്മൾ റീപ്ലേസ് ചെയ്യാതെ അവിടെ അത് അതുപോലെ തന്നെ ഇട്ടേക്കുവാണെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ അതൊരു അഗ്രികൾച്ചർ ഫീൽഡേ ആയിരിക്കത്തില്ല, അത് പിന്നീട് ഒരു നാച്ചുറൽ ഫോറസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഈ ഓട്ടോജീനിക് സക്സഷന് ഒരു എക്സാമ്പിൾ ആണ് ഈ ഡെവലപ്മെന്റ് ഓഫ് നാച്ചുറൽ ഫോറസ്റ്റ്. ദെൻ രണ്ടാമത്തതാണ് അല്ലോജീനിക് സക്സഷൻ. അല്ലോജീനിക് സക്സഷന്റെ അകത്ത് സ്വാഭാവികമായിട്ടും വോൾക്കാനിക് ഇറപ്ഷൻ, ദെൻ അതുപോലെ കോമെറ്റ്സ് ആൻഡ് മീറ്റിയോർ അല്ലെങ്കിൽ ഫ്ലഡിങ്, ഡ്രൗട്ട്, എർത്ത്ക്വേക്സ് ഇതുപോലുള്ള എക്സ്റ്റേണൽ ഏജൻസീസ് അഥവാ എബയോട്ടിക് കമ്പണൻസ് ആണ് ഇതിന് കോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് അല്ലോജീനിക് സക്സഷൻ എന്ന് വിളിക്കാം.
Then allogenic succession can happen on a time scale that is proportionate with the disturbance. അതായത് ക്ലൈമറ്റ് ചേഞ്ച് അതിൻ്റെ എന്താണ് ഫാക്ടേഴ്സിന്റെ